ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ കല്ലറ DTDCയിലേക്ക് പോവാണ്. ഞാൻ ഓർഡർ ചെയ്ത പുതിയ പാക്കിംഗ് മെറ്റീരിയൽസ് വന്നിട്ടുണ്ട്. അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോണത്. അപ്പോൾ ബിസിനസ് ചെയ്യുന്ന പാക്കിംഗ് മെറ്റീരിയൽസൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് എൻ്റെ ഈ വീഡിയോ കണ്ടാൽ ഉപകാരമാവും. അങ്ങനെയുള്ളവർ ഈ വീഡിയോ മുഴുവനായി കാണണേ. ഫോൺ നമ്മൾ പൊക്കി പിടിച്ച് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് പോകുമ്പോൾ ആൾക്കാർ നമ്മളെ ശ്രദ്ധിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനിങ്ങനെ ഫോണിങ്ങനെ ക്യാമറ ഓൺ ആക്കിയിട്ട് ഇങ്ങനെ താഴ്ത്തി വെച്ചാണ് വീഡിയോ എടുത്ത് പോകുന്നത്. അപ്പോൾ അതാണ് നിങ്ങളിങ്ങനെ കാണുന്നത്. DTDCയിൽ എത്താറായി. അപ്പോൾ ഞാൻ അവിടെ എത്തി. അവരിങ്ങനെ എൻ്റെ പാക്കിംഗ് മെറ്റീരിയൽസ്, അതായത് എൻ്റെ സാധനം ഇങ്ങനെ എടുത്ത് തന്നപ്പോൾ അവിടെ നിന്ന ആളിനറിയണം ഞാൻ എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത്, എന്തിനാണിത് എന്നൊക്കെ അറിയണം. അങ്ങനെ ഞാൻ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഞാനിങ്ങനെ മീഷോയിലും ആമസോണിലും ഒക്കെ ചെറിയൊരു ബിസിനസ്സുമായിട്ട് പോകുന്നു. അപ്പോൾ അവിടുത്തെ ആളിന് മീഷോയിലും ആമസോണിലും ഒക്കെ എങ്ങനെയാണ് സെല്ല് ചെയ്യുന്നത് എന്നതിനെ പറ്റിയൊന്നും അറിയില്ല. ആദ്യമായിട്ടാണ് പുള്ളിക്കാരൻ സംഭവം ഇങ്ങനെ ഉള്ള ആൾക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അറിയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എന്നോട് ചോദിച്ചു. ആൾക്ക് തൊട്ടടുത്തൊരു ഷോപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു 1 kg വരെ 50 രൂപയേ ഉള്ളൂ, DTDCയിൽ വന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അയക്കാം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ആമസോണിൽ സെൽഫ് ഷിപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്, നമുക്ക് വേണമെങ്കിൽ DTDC പ്രിഫർ ചെയ്യാം. പക്ഷേ ഒരു കാര്യം, ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യ പോസ്റ്റ് വഴി അയക്കുമ്പോൾ ഈ സാധനം ആൾക്കാരുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കും. പക്ഷേ DTDC ആണെങ്കിൽ അങ്ങനെ ചെയ്യില്ല. എവിടെയാണോ സെൻറ്റർ ഉള്ളത് നമ്മൾ അവിടെ തന്നെ ചെന്ന് വാങ്ങിക്കണം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ സാധനങ്ങളൊന്നും DTDC വഴി അയക്കാറില്ല. പിന്നെ ഞാൻ പുറത്തുനിന്ന് എവിടെന്നെങ്കിലും എന്തെങ്കിലും ഇതുപോലെ പാക്കിംഗ് മെറ്റീരിയൽസോ വേറെ എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ DTDCയിൽ വരാറുണ്ട് എന്നുള്ളതേ ഉള്ളൂ. പിന്നെ DTDCൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് സാധനം ഇപ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന സാധനമൊക്കെയാണ് ഉണ്ടെങ്കിൽ നമ്മൾ അവരുടെയിലാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർ നല്ല രീതിയിൽ അത് മാനേജ് ചെയ്യും. അതായത് വളരെ നന്നായിട്ടത് ഹോൾഡ് ചെയ്യും. അത് നല്ല രീതിക്ക് അവർ ശ്രദ്ധിച്ചാണ് സാധനങ്ങളൊക്കെ സെൻഡ് ചെയ്യുന്നത്. ആ ഒരു കാര്യത്തിൽ അവർ പെർഫെക്റ്റാണ്. പക്ഷെ വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കത്തില്ല. ആ ഒരു കാര്യത്തിൽ അവർ പുറകിലാണ്, അല്ലെങ്കിൽ ആ ഒരു കാര്യം അവർ ചെയ്യത്തില്ല. അതേ ഉള്ളൂ എൻ്റെ പ്രശ്നം. അങ്ങനെ ആ ചേട്ടനോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ എങ്ങനെയൊക്കെയോ എൻ്റെ സാധനം അവിടെ നിന്ന് വാങ്ങി. കാരണം ഇങ്ങനെ എൻ്റെ ബിസിനസ് ഇതാണ്, ഞാൻ ആമസോണിലും മീഷോയിലൊക്കെ സെല്ല് ചെയ്യുന്നു എന്നൊക്കെ അറിഞ്ഞപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അവർക്ക് അറിയണം. അങ്ങനെ സാധനം വാങ്ങി പെട്ടെന്ന് പോരാമെന്ന് വിചാരിച്ച് നിന്ന എന്നെ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ച് എങ്ങനെയൊക്കെ അവർ പിന്നെ ലാസ്റ്റ് തന്നു. ഞാൻ പിന്നെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ വന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പാക്കിംഗ് മെറ്റീരിയൽ. ഇതിൻ്റെ വില വന്നിട്ട് 208 രൂപയാണ്. 100 പീസിന് 208 രൂപയാണ്. അവർ ഫ്രീ ഷിപ്പിംഗ് എന്നാണ് അതിൽ പറഞ്ഞിരുന്നത്. അവരുടെ ഏത് പ്രോഡക്റ്റ് നമ്മളെടുത്താലും ഫ്രീ ഷിപ്പിംഗ് ആണ്. പക്ഷേ 100 പീസാണ് മിനിമം. പിന്നെ ബോക്സസ് കുറഞ്ഞ പീസസിന് കിട്ടുമെന്ന് തോന്നുന്നു. ബോക്സ് ഞാൻ ഷോപ്പ് ചെയ്തിട്ടില്ല. ഇത് അവരുടെ അടുത്ത് നിന്ന് വാങ്ങിക്കുന്നത് എൻ്റെ ഫസ്റ്റ് പ്രോഡക്റ്റാണ്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിയിരിക്കുന്നത് സെക്യൂർമെൻ്റ് പാക്കിംഗ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ സൈറ്റിൽ നിന്നാണ്. അവരുടെ അടുത്ത് പാക്കിംഗ് കവേഴ്സ് ഉണ്ട്, പാക്കിംഗ് ബോക്സസ് ഉണ്ട്. ആമസോണിൻ്റെ, ഫ്ലിപ്പിൻ്റെയും പ്രിൻ്റ് ചെയ്ത പാക്കിംഗ് കവേഴ്സ്, ബോക്സസ്, അതുപോലെ പാക്കിംഗ് ടേപ്പ്, ബബിൾ റാപ്പ്, ഹണി കോംബ്, അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ഓർഡർ ആക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ www.securement.com എന്ന് പറയുന്ന സൈറ്റിൽ നമ്മൾ കയറുമ്പോൾ നമുക്കതിൽ അങ്ങനൊരു എന്താ പറയുക, ഷോപ്പ് ചെയ്യേണ്ട ഒരു സംഗതി വരും. നമ്മൾ അതിൽ കയറി എന്താണോ നമുക്ക് വേണ്ടത് അത് നമുക്ക് ഡയറക്റ്റ് ഷോപ്പ് ചെയ്യാം. ഇത് പൊട്ടിച്ച് നോക്കിയിട്ട് ഇതിനകത്തുള്ള കവർ എങ്ങനെയുള്ളതാണെന്ന് നോക്കാം. ഞാൻ സംഭവം പൊട്ടിച്ച് നോക്കി. ഈ ഒരു കവർ കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഒരുവിധമുള്ള കവേഴ്സൊക്കെ എല്ലാം നല്ലതായിരുന്നു. ഇതത്ര എന്ന് വെച്ചാൽ ക്വാളിറ്റി വൈസ് അത്ര വരുന്നില്ല. കാരണം നമ്മളെന്തെങ്കിലും വെയിറ്റുള്ള സംഭവം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പൊട്ടിപ്പോവുമോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. പിന്നെ ഇതുപോലെ നമ്മൾ യൂസ് ചെയ്താലേ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ഒരു സംഭവം മനസ്സിലാവുള്ളൂ. എന്നാലും വലിയ കുഴപ്പമില്ല, വലിയ കട്ടിക്കുറവൊന്നുമില്ല. ഞാനങ്ങനെ മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള, മീഷോയിൽ നിന്ന് നേരിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ള കവറുമായിട്ടൊക്കെ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കി. ആ കവറിൻ്റെ ഏകദേശം അതേ ഒരു സൈസാണ്. ഞാൻ കുറച്ചുകൂടെ വലിയ സൈസായിരുന്നു പ്രതീക്ഷിച്ചത്. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള പ്ലെയിൻ ആയിട്ടുള്ള ഈ കവറ് വാങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതാകുമ്പോൾ നമുക്ക് മീഷോയിലും ആമസോണിലും ഒരുപോലെ നമുക്ക് കൊടുക്കാൻ പറ്റും. ലേബൽ
ഒട്ടിച്ചിട്ട് മറ്റേ മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ആ കവർ നമുക്ക് മീഷോയിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ആമസോണിൽ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആമസോണിലും കൂടെ അയക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് ഞാൻ ഈ കവർ വാങ്ങിയിട്ടുള്ളത്. ഞാൻ ആദ്യം ബോക്സസ് ആയിരുന്നു കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പൊട്ടിപ്പോവാൻ ചാൻസ് ഇല്ലാത്ത സാധനങ്ങളൊക്കെ ഇങ്ങനെയുള്ള കവറിലൊക്കെ ഇട്ട് കൊടുത്താൽ അതായിരിക്കും ലാഭം. ബോക്സസ് നമുക്കത്ര അങ്ങോട്ട് ലാഭമല്ല. അങ്ങനെയാണ് ഞാൻ ഈ കവറ് വാങ്ങിയത്. വലിയ കുഴപ്പമില്ല. ഒരു പാക്കറ്റ് ഒരു കവറ് 2 രൂപ, 2.08 ആ ഒരു റേറ്റ്, 2 രൂപ എന്ന് കൂട്ടാം. 2 രൂപയ്ക്ക് ഇത് വലിയ പ്രശ്നമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇന്ത്യ മാർട്ടിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഒക്കെ പറ്റിയിട്ട് വരുന്നതായിരിക്കും. അതെനിക്കൊരു പണിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വിവരിച്ചു കൊണ്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഷോപ്പ് ചെയ്യാനും അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ എങ്ങനെയാണ് എന്താണ് എന്നൊക്കെ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഉപകാരമായിരിക്കും. അപ്പോൾ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം ഇൻഷാ അല്ലാ.